അമേരിക്ക ഇപ്പോൾ പല്ലുപോയ സിംഹമാണെന്ന് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയും പ്രതിനിധികളെ അയച്ചു തുടങ്ങിയിട്ട് പല രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അവസാനമായി ചൈനയിലേക്ക് പ്രതിനിധികളെ അയക്കാൻ വേണ്ടി തയ്യാറാവുകയും മാർക്കോ റൂബിയോ അഥവാ അമേരിക്കൻ സ്റ്റേറ്റ് പ്രസിഡന്റ് മാർക്കോ റൂബിയോ ചൈനയിലേക്ക് പര്യടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ പിന്നാലെ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രഖ്യാപനം ചൈനയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു, ഔദ്യോഗികമായിട്ട് മാർക്കോ റൂബിയോയ്ക്ക് വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് നിങ്ങളെ സന്ദർശനം അനുവദിക്കുന്നതല്ല. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മലയാളീകരിച്ച അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് സെക്രട്ടറിയെ ലോകത്ത് ആദ്യമായിട്ട് ചൈന എന്ന് പറയുന്ന വൻകിട രാജ്യം ആദ്യമായിട്ടാണ് തടഞ്ഞു വെക്കുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. കാരണം ഇത്രയോ ആളുകൾ വന്നിട്ടും പോയിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്താണ് മാർക്കോ റൂബിയോയ്ക്ക് ഇത്ര വലിയ പ്രശ്നം? അമേരിക്കയും അതേപോലെ തന്നെ ചൈനയും സംവിധാനങ്ങളൊക്കെ എതിരും ശരിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി അത്രയും ഹൈപ്പിലായി കിടക്കുന്ന VIP പേഴ്സണെ അവിടെ വന്നിട്ട് കയറി സംസാരിക്കുന്നതിന് എന്തുകൊണ്ടാണ് ചൈന അവിടെ തടഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ, ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ പിന്തുണച്ചു ഷിൻജിയാങ് മേഖലകളിലെ ഉയ്ഗർ മുസ്ലിങ്ങൾക്കെതിരായ അക്രമങ്ങളെ വിമർശിച്ചതാണ് ചൈനയെ ചൊടിപ്പിച്ചത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉയ്ഗർ മുസ്ലിങ്ങളെ ഈ ചൈന വലിയ രൂപത്തിൽ ആക്രമണം നയിച്ചു വിട്ടപ്പം ഈ മാർക്കോ റൂബിയോ ഇടപെട്ടുകൊണ്ട് എന്തോ സംസാരിച്ചിരുന്നു. രണ്ടാമതായിട്ട് ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു ചൈന. അതിനെയും മാർക്കോ റൂബിയോ എതിർത്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് മാർക്കോ റൂബിയെ ഇങ്ങോട്ട് വരണ്ട എന്ന് ചൈന ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുള്ളത്. ചൈന അത്ര നല്ല രാജ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ പോലും ലോകത്ത് അമേരിക്കയുടെ മുമ്പിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് കഥ പറയാൻ പറ്റിയ ഒരു രാജ്യം ചൈനയാണ്. പല രാജ്യങ്ങളുടെയും കൂട്ടത്തിൽ ഒരു രാജ്യം ചൈനയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും ചൈന പിന്തുണയ്ക്കുന്നത് ഇറാനോടാണെന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അവിടെ മുസ്ലിം രാജ്യമാണല്ലോ, തീർത്തും ചൈന മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളത് പറഞ്ഞു വെക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യത്തോട് എന്തുകൊണ്ട് സഹവർത്തിത്തോട് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പം അവിടെയുള്ള എണ്ണയിൽ കണ്ണ് വെച്ചിട്ട് തന്നെയാണ്. ഒരു കൂറും ചൈനയ്ക്ക് ഇറാനോടില്ല എന്നുള്ളത് വ്യക്തമാണ്. എപ്പോഴാണോ ഇറാൻ ചൈനയോട് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ എണ്ണയും ഗ്യാസും കൊണ്ടുപോകണ്ട, അന്ന് ഇവരൊക്കെ ചേരി തിരിഞ്ഞ് ആക്രമണം ആരംഭിക്കുകയും ചെയ്യും. എന്താണെങ്കിലും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ്, ഒരു വലിയൊരു പൊള്ളത്തരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ അങ്ങോട്ട് കയറ്റുന്നില്ല എന്ന് പറയുന്നത്. മറ്റു വിവരങ്ങളായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.